ഹലോ ഫ്രണ്ട്സ്, SSC-CGL 2025 എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ജൂൺ മാസം വരാനിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പലർക്കുമുള്ള ഡൗട്ടാണ്, ഇനിയുള്ളൊരു 3 മാസം Tier 1 എക്സാമിനേഷൻ ഒരു 3 മാസത്തോളം ഉണ്ട്. ഈ 3 മാസത്തോളം ഏത് ലെവലിലുള്ള പ്രിപ്പറേഷൻ ആണ് ഓരോരോ ആൾക്കാരും ചെയ്യേണ്ടതെന്നുള്ളത് പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ്. സോ ഈ ഒരു വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്നത് അത്തരം ഡൗട്ടുകളെല്ലാം ഒന്ന് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം, ദർ ഇസ് നോ ഷോർട്ട് കട്ട് എന്നാണ്. SSC-CGL എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ ഷോർട്ട് കട്ടുകളൊന്നും ഇല്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല ലെവൽ ഓഫ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും. ചിലർ 100 മാർക്കിൻ്റെ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, 150 കടന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ നമുക്കതിനൊന്ന് ഡിവൈഡ് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് കഴിഞ്ഞ വർഷത്തെ Tier 2 എഴുതിയ ആൾക്കാർ, അല്ലെങ്കിൽ ഈ വർഷം ഓൾമോസ്റ്റ് ഒരു 150+ റേഞ്ചിൽ മോക്ക് എടുക്കുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്ക് കിട്ടുന്ന ആൾക്കാർ. കൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 150+ മാർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ആൾക്കാർ എന്ന് പറയുന്നത് വളരെ ടഫ് മോക്കാവുന്ന സമയത്ത് അവരെ മാർക്ക് 140+ അടുത്ത് എത്തുകയും ചെയ്യും. ഈസി മോക്കാകുമ്പോൾ വളരെ മാർക്ക് 160+ കിടക്കുകയും ചെയ്യും. ഇത്തരം ആൾക്കാരെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. കാരണം അവർക്കൊരു നോർമലൈസ്ഡ് സ്കോറോടെ അടക്കം എന്തായാലും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ളൊരു Tier 1 കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇവരും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ Tier 2 അറ്റൻഡ് ചെയ്ത ആൾക്കാരും ഡെഫിനറ്റ്ലി നിങ്ങളുടെ കോൺസെൻട്രേഷൻ Tier 2 ലെവലിലേക്ക് മാറ്റണം. സോ Tier 2 ലെവൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. Tier 2 ലെവൽ പ്രിപ്പറേഷനും Tier 1 ലെവൽ പ്രിപ്പറേഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. കണ്ടൻറ്റിലൊന്നും അധികം വ്യത്യാസമില്ലെങ്കിലും അതിൽ പ്രിപ്പറേഷനിലും നല്ല വ്യത്യാസമുണ്ട്, എക്സാമിനേഷൻ പാറ്റേണിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ചേഞ്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റണം. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ വർഷം Tier 2 എഴുതിയ ആൾക്കാരാണെങ്കിലും Tier 2 എഴുതാത്ത ആൾക്കാരാണെങ്കിലും, അതായത് 150+ കടന്ന ആൾക്കാരാണെങ്കിലും, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ വർഷം 18th ഷിഫ്റ്റിലെ ജാനുവരി 18th ഷിഫ്റ്റിലെ Tier 2 മോക്ക് ഒന്ന് എടുത്ത് നോക്കണം. ആ Tier 2 മോക്ക് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടുമെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. ആ സ്കോർ ഡെഫിനറ്റ്ലി പലർക്കും അതേ സ്കോർ നിങ്ങൾക്ക് മോക്കിലെ കംഫർട്ട് സോണിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഒരിക്കലും ചിലപ്പോൾ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതിൽ നിന്നൊരു 10 മാർക്ക് നിങ്ങൾ കുറയ്ക്കണം, 10-15 മാർക്കോളം നിങ്ങൾ കുറയ്ക്കണം, ടു ബി ഓൺ ദ സേഫസ്റ്റ് സൈഡ്. എന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ സ്കോർ ചെക്ക് ചെയ്യണം. ഇംഗ്ലീഷ് ഡെഫിനറ്റ്ലി 135 അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ക്ലിയർ ചെയ്ത ഒരുവിധ ആൾക്കാരെല്ലാം 120ൻ്റെ മുകളിൽ 122ൻ്റെ മുകളിൽ ഇംഗ്ലീഷ് സ്കോർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഇംഗ്ലീഷ് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ കണ്ടൻറ്റ് ഡെഫിനറ്റ്ലി കൂട്ടാൻ ശ്രമിക്കണം. Tier 1 നിങ്ങൾക്കൊരു 2-3 തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം 25ൽ 2-3 തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, Tier 2 45 ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് ആ തെറ്റ് 2-3 എന്നുള്ളതിൽ നിന്ന് 5-6 പോവാം. ഈ 5-6 തെറ്റ് സംഭവിച്ചാൽ തന്നെ നിങ്ങൾ ഔട്ട് ഓഫ് ദ ഗെയിമാണ്. കാരണം അത്രയും മാർക്ക് നിങ്ങൾക്ക് കുറയും. ഒരു ക്വസ്റ്റ്യൻ ശരിയാണെന്ന് വിചാരിച്ച് അറ്റൻഡ് ചെയ്തിട്ട് തെറ്റായി പോയി കഴിഞ്ഞാൽ 4 മാർക്കാണ് നിങ്ങൾക്ക് കുറയാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് എത്ര ഉണ്ട് നോക്കുക. മാർക്ക് സേഫസ്റ്റ് സൈഡിലാണ്, ഒരു 130 ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളെ പ്രിപ്പറേഷൻ ലെവൽ ഓക്കെയാണ്, ഇംഗ്ലീഷിൻ്റെ പ്രിപ്പറേഷൻ ലെവൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതേ ലെവലിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി. പിന്നെ നിങ്ങൾ എടുക്കേണ്ടത് Tier 1 സെക്ഷൻ 1 സെക്ഷൻ 1 ഡെഫിനറ്റ്ലി നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് കുറവായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് ഓക്കെ ആയിട്ട് നിൽക്കും. മാർക്ക് കുറവാണെങ്കിൽ 160ൻ്റെ മുകളിലൊക്കെ Tier 1 സ്കോർ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മാർക്ക് നന്നായിട്ട് കുറയും സെക്ഷൻ 1 മോക്ക് എടുക്കുന്ന സമയത്ത്. സോ ആ സെക്ഷൻ 1 മോക്ക് ഗ്രാജുവലി ഇങ്ങനെ കൂടി വരികയുള്ളൂ. അതിന് ചില സമയത്ത് ചില ആൾക്കാർക്ക് Tier 1 എക്സാം കഴിഞ്ഞിട്ടുള്ള 3 മാസം മതിയാവില്ല. അപ്പോൾ അവർ ഇപ്പോഴേ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സെക്ഷൻ 1 മോക്ക് ഒരു ആൾട്ടർനേറ്റ് ഡേയ്സ് എങ്കിലും സെക്ഷൻ 1 മോക്ക് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കണം. 18th ഷിഫ്റ്റ് എന്ന് പറയാൻ കാരണം 18th ഷിഫ്റ്റിലാണ് ഓൾമോസ്റ്റ് 65% ആൾക്കാരും ക്ലിയർ ചെയ്തത്. 20th ഷിഫ്റ്റ് ഈസി ആയതുകൊണ്ട് അവർക്ക് നോർമലൈസ്ഡ് സ്കോർ മൈനസ് ആയതുകൊണ്ട് കൂടുതൽ പേരും ഗ്രൂപ്പ് C പോസ്റ്റിലേക്കാണ് ക്ലിയർ ചെയ്തത്. സോ നിങ്ങളൊരു ഗ്രൂപ്പ് B പോസ്റ്റൊക്കെ എയിം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ 18th ഷിഫ്റ്റ് തന്നെ പറയാൻ കാരണം, അതിനാണ് നോർമലൈസ്ഡ് സ്കോർ കുറച്ചുകൂടി കൂടുതലുള്ളത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി എടുത്ത് നോക്കണം. 18th ഷിഫ്റ്റ് അതിൽ ഇംഗ്ലീഷ് എടുത്ത് നോക്കണം, അതിൽ QA+R എടുത്ത് നോക്കണം. അതിന് നിങ്ങൾക്കറിയാം, അതിൻ്റെ കട്ട് ഓഫ് വന്നത് ഓൾമോസ്റ്റ് ഒരു ഫൈനൽ കട്ട് ഓഫ് 335 നോർമലൈസ്ഡ് കട്ട് ഓഫ് ആണ് അതിൽ. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും നോക്കുക. ആ കിട്ടുന്ന ഒരു 10-15 മാർക്ക് നിങ്ങൾ സേഫസ്റ്റ് സൈഡിൽ കുറയ്ക്കണം. എന്നിട്ട് നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തുമെന്ന് നോക്കുക. സോ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞൊരു
സെക്ഷൻ 1ൻ്റെ മോക്ക് 2 ദിവസം കൂടുമ്പോൾ എന്തായാലും എടുക്കണം. അത് എടുക്കുന്നത് ഒരു ടഫർ സൈഡിലുള്ള മോക്കും എടുക്കണം. ഈസി സൈഡിലുള്ള നിങ്ങൾക്ക് 170, 180 മാർക്ക് കിട്ടുന്ന ഒരു മോക്ക് എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ വളരെ ടഫർ സൈഡിലുള്ള മോക്ക് എടുത്തിട്ട് ആ മാർക്ക് ഒരു 150, 155, 160 റേഞ്ചിലേക്ക് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് എത്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ഷിഫ്റ്റ് ആവുന്ന സമയത്ത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ടഫ് ആണെങ്കിൽ ഒരു മാർക്ക് ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളെ എല്ലാ ഒരു ആങ്സൈറ്റി, സ്ട്രെസ്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇംഗ്ലീഷിന് മാർക്ക് അത്ര കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ 125 റേഞ്ചിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി യുവർ ഇംഗ്ലീഷ് നീഡ്സ് ഇംപ്രൂവ്മെൻറ്റ്. അതിൽ കൂടുതലും Tier 1 ചോദിക്കാത്ത Tier 2 ചോദിക്കുന്ന കോംപ്രിഹെൻഷൻ ടൈപ്പ് സാധനങ്ങളുണ്ടാവും. PQRS, അതേപോലെ തന്നെ കോംപ്രിഹെൻഷൻ. ഈ 2 ഏരിയയിലും ഈ 3 ഏരിയയിലും ക്ലോസ് ടെസ്റ്റും അടക്കം നിങ്ങൾ ചേർത്തിട്ട് ക്ലോസ് ടെസ്റ്റ്, കോംപ്രിഹെൻഷൻ, PQRS ഈ 3 എണ്ണത്തിൽ നിങ്ങളൊരു 1.5 മണിക്കൂർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആ 1.5 മണിക്കൂർ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ കൂടുതൽ പത്രങ്ങൾ അങ്ങനെയൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൻ്റെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ചെയ്താൽ മതി. ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ചെയ്യാൻ ഈ 3 എണ്ണത്തിൻ്റെ ഏറ്റവും നല്ല ബുക്ക് എന്ന് പറയുന്നത് കിരൺ പ്രകാശിൻ്റെ ഒരു 16500+ ക്വസ്റ്റ്യൻസ് 1997 ഓൺവേർഡ്സുള്ള CGLൻ്റെ ക്വസ്റ്റ്യൻസ് അടങ്ങിയൊരു ബുക്കുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വാങ്ങുക. അത് വാങ്ങിയിട്ട് അതിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ട് ഇത് ഒരു ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇതിന് വേണ്ടി ഡിവോട്ട് ചെയ്തിട്ട് ഈ 3 ഏരിയയ്ക്ക് മാത്രം ഡിവോട്ട് ചെയ്തിട്ട് അതിന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇംഗ്ലീഷ് പ്ലസ് GK എന്ന് പറഞ്ഞ 2ാമത്തെ സെക്ഷൻ ഇഷ്ടംപോലെ ടൈം അവൈലബിൾ ആണ്. ഇപ്പോൾ കോംപ്രിഹെൻഷൻ ആണെങ്കിലും നിങ്ങൾക്ക് നന്നായി വായിച്ചിട്ട് ഒരുപാട് വായിച്ചിട്ട് PQRS ആണെങ്കിലും ഒരു 5 or 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്കത് കറക്റ്റ് ആണോ എന്ന് വായിച്ച് നോക്കാനുള്ളൊരു സമയം അതിലുണ്ടാവും. അപ്പോൾ കോംപ്രിഹെൻഷൻ ആണെങ്കിൽ ഒരുപാട് വായിച്ചിട്ട് എഴുതാൻ പറ്റുന്ന, വായിച്ചിട്ട് മാത്രം ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുന്ന Tier 1 പോലെയല്ല, വായിച്ചിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നൊരു സമയം ആ Tier 2 മോക്കിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് നിങ്ങൾ Tier 2 150+ സ്കോർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അടുത്ത 2-3 മാസത്തേക്ക് കൊണ്ടുപോകേണ്ടത്. അതിൽ മോക്ക് എടുക്കേണ്ടത് വീക്കിലി ഒരു 5 ടോട്ടൽ എല്ലാ ദിവസവും നിങ്ങൾ മോക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല, കാരണം നിങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു സാച്ചുറേഷൻ ലെവലെത്തി. നിങ്ങൾക്ക് GKൻ്റെ ഒരു പ്രിപ്പറേഷൻ ലെവൽ കൂട്ടാണ്ടി വരും, ഡെഫിനറ്റ്ലി കൂട്ടേണ്ടി വരും. അതേപോലെ നിങ്ങൾ മോക്ക് എടുക്കുന്നത് വീക്കിലി മിക്സ് ചെയ്തെടുക്കുക. Tier 2ൻ്റെ ഫുൾ മോക്ക് എടുക്കുക, Tier 1ൻ്റെ ഫുൾ മോക്ക് എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. Tier 1ൻ്റെ സെക്ഷൻ 1ൻ്റെ മോക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് ഒരു 150+ സ്കോർ ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ടത്. 140, 145, 150+ ഞാൻ പറയുന്നത് ജനറൽ കാറ്റഗറിയിലാണ്. നിങ്ങളൊരു OBC കാറ്റഗറി ആണെങ്കിൽ ഒരു 155+ സ്കോർ ചെയ്യുന്ന ആൾക്കാരും താഴോട്ടുള്ള SC/ST കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് സ്കോർ ചെയ്യുന്ന റേഞ്ചിലും ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇനി 130 to 140 റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് GKക്ക് പുറമെ ഏതെങ്കിലും ഒരു ഏരിയ വീക്കായിരിക്കും. അങ്ങനെയാണ് നോർമലി 130 to 140 എത്തുന്നത്. ആ ഏരിയ ചിലപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീക്ക് ആവുന്നത് ഒരു ഏരിയ ആയിരിക്കും. ചിലപ്പം QA ആയിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ചിലതിൽ QA ഉണ്ടാവും, ചിലതിൽ ഇംഗ്ലീഷ് ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് QA വീക്ക് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി GKൻ്റെ മാർക്ക് കൊണ്ട് മാത്രം നിങ്ങൾ ചിലപ്പോൾ 140+ കിടക്കും, അല്ലെങ്കിൽ 150+ കിടക്കും. അത് നോക്കണ്ട. അല്ലാതെ നിങ്ങൾ 130 to 140 റേഞ്ചിലാണ് സ്ഥിരമായിട്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഏരിയ വീക്കായിരിക്കും. അത് ചിലപ്പോൾ ചില എക്സാമിന് ഇംഗ്ലീഷ്, ചില എക്സാമിന് QA. റീസണിങ് പൊതുവേ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. അപ്പം അതിൽ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ഏരിയ മാത്രമേ വീക്കായി പോകുന്നുള്ളൂ, അതായത് QA മാത്രമേ നിങ്ങൾക്ക് വീക്കായി പോകുന്നുള്ളൂവെങ്കിൽ QAൻ്റെ കണ്ടൻറ്റ് സ്ട്രോങ് ആക്കാം. കണ്ടൻറ്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടി നിങ്ങൾ സെക്ഷണൽ മോക്ക് അടിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ഡെഫിനറ്റ്ലി ടോപ്പിക് വൈസ് മോക്ക് തന്നെ അടിക്കണം. ആ ടോപ്പിക് വൈസ് മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബുക്ക് നോക്കി ചെയ്യുന്ന സമയത്ത് പൊതുവെ QA വീക്കായ ആളെ സംബന്ധിച്ച്, വീക്ക് എന്നല്ല ഞാൻ പറഞ്ഞത്, QAൻ്റെ മാർക്ക് കുറയുന്നത് കൊണ്ട് 130 to 140 റേഞ്ചിലെത്തുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ബുക്ക് നോക്കിയാണ് ചെയ്യുന്നതെങ്കിൽ, ബുക്ക് നോക്കിയാണ് ഇപ്പോൾ പിനാക്കിളിൻ്റെ ബുക്കോ അല്ലെങ്കിൽ നിങ്ങൾ കിരണിൻ്റെ ബുക്കോ ഗഗൻ പ്രതാപിൻ്റെ ബുക്കോ ഏതെങ്കിലും ബുക്ക് നോക്കിയാണ് നിങ്ങൾ ടോപ്പിക് വൈസ് മോക്ക് എടുക്കുന്നതെങ്കിൽ അവിടെ ഒരു ഡിലേ വരും. നിങ്ങൾ സ്ക്രീൻ നോക്കി ചെയ്യുന്നതും ബുക്ക് നോക്കി ചെയ്യുന്നതും തമ്മിലുള്ളൊരു ആ ഒരു ലാഗ് എന്തായാലും നിങ്ങൾ സ്ക്രീൻ നോക്കി ചെയ്യുന്ന സമയത്തുണ്ട്. അപ്പോൾ സ്ക്രീൻ നോക്കി തന്നെ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്കുകൾ, ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ മോക്കുകൾ എടുക്കുക. സെക്ഷണൽ എടുക്കാൻ QA ആണ് നിങ്ങൾ, അതായത് QAക്ക് നിങ്ങളൊരു 15 to 20 എണ്ണം മാത്രമേ, ഒരു 15 to 18 എണ്ണം മാത്രമേ നിങ്ങൾക്ക് 25 കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് മോക്ക് എടുത്തിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. ടോപ്പിക് വൈസ് മോക്ക് എടുത്തിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു 22 ഒക്കെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന സമയത്ത്, 25, 22 ഒക്കെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന സമയത്ത് മാത്രം നിങ്ങൾ ടോപ്പിക് വൈസിൻ്റെ കൂടെ സെക്ഷനിലൂടെ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ എടുക്കണം. ഇനി QAക്ക് ഓക്കെയാണ്. ഇംഗ്ലീഷിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഇംഗ്ലീഷ് നന്നായിട്ട്, ഇംഗ്ലീഷ് എളുപ്പമാണെങ്കിൽ നമുക്ക് 140ൻ്റെ മുകളിൽ 145ൻ്റെ മുകളിൽ കിട്ടും. ഇംഗ്ലീഷ് ടഫ് ആകുമ്പോൾ 130ലേക്ക് താഴുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇംഗ്ലീഷ് നീഡ്സ് ഇമ്പ്രൂവ്മെൻറ്റ്, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. അപ്പം ഇംഗ്ലീഷ് എളുപ്പമാകുമ്പോൾ എളുപ്പമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എളുപ്പമാവും. നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഷിഫ്റ്റ് വളരെ ഈസി ആയി പോകും.
ടഫ് ആവുന്ന സമയത്ത് ഇംഗ്ലീഷ് അത്യാവശ്യമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ബുക്കും, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയ, പ്രീവിയസ് ഇയർ വൊക്കാബ്സ് അടങ്ങിയ ബ്ലാക്ക് ബുക്കും, അതേപോലെ തന്നെ ഗ്രാമറിൻ്റെ പോർഷനിൽ പ്രീവിയസ് ഇയർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പിനാക്കിളിൻ്റെ ബുക്കോ നേരത്തെ ഞാൻ പറഞ്ഞ കിരണിൻ്റെ ബുക്കോ വെച്ചിട്ട് റെഫർ ചെയ്താൽ മതി. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റ് ആദ്യം സ്ട്രോങ് ആക്കുക. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പൊരു സ്ട്രാറ്റജി വീഡിയോ ഇട്ടിരുന്നു. അതിലെങ്ങനെയാണ് ബ്ലാക്ക് ബുക്ക് ഡീകോഡ് ചെയ്യേണ്ടതെന്നും ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതും പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ ഇംഗ്ലീഷ് പഠിച്ചു പോയാൽ മാത്രമേ ഇംഗ്ലീഷിന് ക്വിക്കായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഒരു 1 വീക്ക് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പിന്നെ ഒരു 1 വീക്ക് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ 1 വീക്കിൻ്റെ ഗുണം പലപ്പോഴും ഇംഗ്ലീഷിൽ പോകാറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ഇത്ര മണിക്കൂർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് ഒരു 4 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഇംഗ്ലീഷിൽ വിസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിന് ആ രീതിയിൽ നിങ്ങൾ പോകണം. QAക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ പോകണം. 6 നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സെറ്റായിരിക്കും. 6 നിങ്ങൾ 2 ദിവസം കൂടുമ്പോൾ ഒരു സെക്ഷന് മോക്ക് എടുത്താൽ മതി. നിങ്ങളുടെ മോക്കിൻ്റെ എണ്ണം വീക്കിൽ ഒരു 2 or 3 എണ്ണമാക്കി നിങ്ങൾക്ക് നിജപ്പെടുത്താൻ പറ്റുന്നതാണ്. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി കണ്ടൻറ്റ് കൂട്ടാനുണ്ട്. ആ കണ്ടൻറ്റ് ഒരിക്കലും നിങ്ങൾ മോക്ക് എടുക്കുന്നതിൽ കൂടെ കൂടില്ല. മോക്ക് എടുക്കുന്നതിൽ SSCനെ സംബന്ധിച്ചിടത്തോളം മോക്ക് എടുക്കുന്നതിൻ്റെ ഒരേ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് GK കംപ്ലീറ്റ് ചെയ്യണം. ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ RA കംപ്ലീറ്റ് ചെയ്യണം. ഒരു 9 മിനിറ്റോടെ നമ്മൾ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യണം. ഒരു 32 മിനിറ്റോളം നമുക്ക് QAക്ക് ബാക്കി ഉണ്ടാവണം. ആ QA ഒരു 2 റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യത്തെ റൗണ്ട് പോകണം. ആദ്യത്തെ റൗണ്ടിൽ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് എടുക്കണം. 2ാമത്തെ റൗണ്ടിലും പോകണം. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ QA ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് പലർക്കുള്ള പ്രശ്നങ്ങളാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. QA ആദ്യത്തെ റൗണ്ടിൽ പോകുന്ന സമയത്ത് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് വളരെ ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, വളരെ ലെങ്തിയാണ് ആൻസർ എന്ന് തോന്നുന്ന ടൈപ്പ് സാധനങ്ങൾ, അത് സ്കിപ്പ് ചെയ്യണം. 2ാമത്തെ നിങ്ങൾ ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, ഡെഫിനറ്റ്ലി എളുപ്പമായിരിക്കും, ചെയ്ത് നോക്കിയാൽ കിട്ടുന്നു നിങ്ങൾക്ക് അറിയണം, പക്ഷേ അത് സ്കിപ്പ് ചെയ്യണം. 3ാമത്തെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഒരു ആൻസർ കിട്ടി, ആ ആൻസർ ഓപ്ഷനിലില്ല. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളൊരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ അന്നേരം വീണ്ടും അതിൻ്റെ മുകളിൽ നോക്കരുത്. രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടിയ ഉത്തരം ശരിയായിരിക്കും, ഓപ്ഷൻ തെറ്റിപ്പോവാം, ഓപ്ഷൻ റോങ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ 2024 CGL Tier 1 ഒരു ഷിഫ്റ്റിൽ തന്നെ 3 ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിരുന്നു, 2-3 ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ സമയം പോക്കി ഒരുപാട് ആൾക്കാർക്ക് മാർക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനൊരു അതൊരു നമ്മൾ അങ്ങനെ ഒരു നാക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഓപ്ഷനിലില്ലെങ്കിൽ നിങ്ങൾ അന്നേരം സ്കിപ്പ് ചെയ്യണം. ഇനി 2ാമത്തെ ഒരു പോസിബിലിറ്റി, നിങ്ങൾക്ക് തെറ്റായിരിക്കും, ഓപ്ഷനിൽ കറക്റ്റായിരിക്കും, നിങ്ങൾ ചെയ്ത എന്തോ ഒരു മെത്തേഡ് തെറ്റാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് അത് ആ സമയത്ത് നിങ്ങളെ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് 2ാമത്തെ റൗണ്ടിൽ വന്നാൽ മതി. സോ ആദ്യത്തെ റൗണ്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു 15-16 ക്വസ്റ്റ്യൻസ് ചെയ്യാം. 2ാമത്തെ റൗണ്ടിലേക്ക് വരിക, ഈസിലി നിങ്ങൾക്ക് ഒരു 10-18 മിനിറ്റോളം ബാക്കിയുണ്ട്. ആ 18 മിനിറ്റ് കൊണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി ഓക്കെ, എറർ നന്നായിട്ടുണ്ട്, മിസ്റ്റേക്സ് ഒരുപാട് വരും. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ വേറൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം. അതായത് നമുക്ക് ഒരു 3-4 മിസ്റ്റേക്സ് സ്ഥിരമായിട്ട് QAയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വേറൊരു സ്ട്രാറ്റജി ഉണ്ട്. അത് ഞാൻ അവസാനം നമ്പർ തരാം, എനിക്ക് എൻ്റെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, ആ രീതിയിലാണ് നിങ്ങൾ മോക്ക് എടുക്കേണ്ടത്. ഈ മോക്ക് എടുക്കുന്ന സ്റ്റൈല് നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോക്ക് എടുക്കുന്നതിൽ വലിയ ഇമ്പോർട്ടൻസ് SSCക്ക് ഇല്ല. കാരണം SSCനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് ഇല്ല, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പം മോക്കിൻ്റെ ഒരു പ്രസക്തി അവിടെ അവസാനിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മോക്കിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉള്ളൂ. നല്ല മാർക്ക് കിട്ടുമ്പോൾ 150 കിടക്കും, മറ്റ് ടഫായ മോക്കാകുമ്പോൾ 120ലേക്ക് താഴും. ഈ 2 സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ളതും ഡിസ്സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ള സാധനം മാത്രമേ ഉള്ളൂ മോക്കിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ 120 to 130 ആ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു 2 ഏരിയസ് വീക്ക് ആയിരിക്കും. റീസണിങ് മാത്രമേ നിങ്ങൾ നന്നായിട്ടുണ്ടാവും. ഇംഗ്ലീഷും QAയും നിങ്ങളത് പ്രോബബിളി വീക്കായിരിക്കും. അല്ലെങ്കിൽ വീക്ക് എന്ന് ഞാൻ പറയുന്നത് ഏവറേജ് ആയിരിക്കും. അപ്പോൾ 2നും കണ്ടൻറ്റ് കൂട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ ലെവൽ ഓഫ് കണ്ടൻറ്റും കൂട്ടണം. അതെങ്ങനെയാണ് കൂട്ടേണ്ടതെന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ആ രീതിയിൽ നിങ്ങൾ ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്ക് കിട്ടൂ. അത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. അല്ലാതെ നിങ്ങൾ ഒരു മാസം പഠിച്ചു പിന്നെ ഒരു മാസം ഇംഗ്ലീഷ് പഠിച്ചില്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൂടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ QAൻ്റെ ഞാൻ തൊട്ട് മുകളിൽ പറഞ്ഞു, ആ രീതിയിൽ QA നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇംഗ്ലീഷും മുമ്പൊരു സ്ട്രാറ്റജി, അത് കുറച്ച് ലെങ്തിയാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ആ ഒരു രീതിയിൽ നിങ്ങൾ ഇംഗ്ലീഷും എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി അതിലും കുറവ് 110, 120 അതിലും കുറവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, 110 to 120 ഓർ ലെസ്. ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ, 1-2 മാസമായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസമായിട്ടുള്ളൂ. ആ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു 110 to 120 സ്കോർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 150+ ഒരു 3 മാസം കൊണ്ടെത്താനുള്ള സ്കോപ്പ് ഉണ്ട്. നിങ്ങൾ കണ്ടൻറ്റ് കൂട്ടിയാൽ മാത്രം മതി. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ QAൻ്റെതും RAൻ്റെതും അതേപോലെ തന്നെ അവർക്ക് RAയും ചിലപ്പം കുറവായിരിക്കും, 110, 120 കിടക്കുമ്പോൾ RAയും കുറവായിരിക്കും, എല്ലാം ഏവറേജ് ആയിരിക്കും. അപ്പോൾ ഈ 3ൻ്റെയും കണ്ടൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ, കാരണം അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും,
കാരണം പ്രിപ്പറേഷൻ തുടങ്ങിയ ഉടനെ തന്നെ നിങ്ങൾക്ക് 110, 120 റേഞ്ചിൽ എത്തുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. 3 മാസം കൊണ്ട് നിങ്ങൾ 150+ കടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി അല്ല പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ഒക്കെ ആയി, 10 മാസമൊക്കെ ആയി, അപ്പോഴും 110, 120 എത്തിയിട്ടുണ്ടെങ്കിൽ അവരൊരു 60, 70 ഈ റേഞ്ചിലേക്ക് എത്തിച്ച ആൾക്കാരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് എടുക്കരുത്. ഷോർട്ട് കട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ 3 മാസം നഷ്ടമാവും. ഈ 3 മാസം നഷ്ടമാകുമ്പോൾ നമ്മൾ പിന്നെ ഈ മാർക്കിൽ നിന്ന് വളരെ താഴോട്ട് പോയി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. പ്രോപ്പറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളെ കണ്ടന്റ് കൂട്ടുക. അത് QA കൂട്ടണമെങ്കിൽ QA കൂട്ടുക, RA കൂട്ടണമെങ്കിൽ RA കൂട്ടുക, ഇംഗ്ലീഷിൻ്റെ കൂട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിനെ കൂട്ടുക, GK ആണെങ്കിൽ GK കൂട്ടുക. ഈ 4 കൂട്ടിയിട്ട് നിങ്ങളെ കണ്ടന്റ് കൂട്ടാനുണ്ട്. ആ കണ്ടന്റ് ഗ്രാജുവലി കൂട്ടി വരിക. ഡെഫിനറ്റ്ലി നിങ്ങൾ ഓർക്കേണ്ട കാര്യം എത്ര മാത്രമേ ഉള്ളൂ, SSC എപ്പോഴും പ്രീവിയസ് ഇയർ പാറ്റേണിലാണ് ചോദിക്കുന്നത്. സോ 110 കിട്ടിയ ഒരാൾക്ക് ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ 140, 150 ആവും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് പ്രോപ്പറായിട്ട് ഒരു ദിവസം ഒരു 10 to 12 മണിക്കൂറോളം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. 10 hours എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 1 ഇയർ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്കോർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, എന്തായാലും ഉണ്ട്. അത് പ്രീവിയസ് ഇയർ പാറ്റേണിൽ തന്നെ ചോദിക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു മാർക്ക്. പക്ഷേ അവരൊരിക്കലും ഒരു ഷോർട്ട് കട്ട് എടുക്കരുത്. അത്ര ആൾക്കാർ ഒരു 1 ഇയർ ആയിട്ടുള്ള പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഒരു 120 റേഞ്ചിൽ എത്തിയിട്ടേ ഉള്ളൂ എങ്കിൽ ഷോർട്ട് കട്ടിൽ ഒരിക്കലും നിങ്ങൾക്കത് 150+ എത്താൻ പറ്റില്ല. ആ ഷോർട്ട് കട്ടിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ടന്റ് ഇവിടെ വീക്കാവും. ആ കണ്ടന്റ് വീക്കാവുന്ന സമയത്ത് നിങ്ങളൊരു 3 മാസം കഴിഞ്ഞ് Tier 1 നിങ്ങൾക്ക് അഥവാ കിട്ടിയിട്ടില്ല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ വീണ്ടും ഈ 110 പിന്നെയും ചിലപ്പം കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഗ്രാജുവലി 3 മാസം കൊണ്ട് അത് എത്രത്തോളം എത്താൻ പറ്റും, 130 എത്താൻ പറ്റുകയാണെങ്കിൽ 130 എത്തുക. അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിൾ വർക്കൗട്ട് ചെയ്യുക. പ്രോപ്പറായിരിക്കണം, ടൈം ടേബിൾ പ്രോപ്പറായിരിക്കണം, സ്ട്രാറ്റജി പ്രോപ്പറായിരിക്കും. ഇത് രണ്ടും മാത്രമേ നിങ്ങൾക്ക് വേണ്ടൂ. കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പല സ്ഥലത്തുനിന്നും അവൈലബിൾ ആയിരിക്കും. നമ്പർ ഓഫ് കണ്ടൻസിൻ്റെ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. ഇത് കണ്ടൻസ് വേണമെന്നുള്ള ഡൗട്ട് അടിക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. SSC ലെവലുള്ള SSCക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അതേ ലെവലുള്ള കണ്ടൻസ് നിങ്ങൾ യൂസ് ചെയ്യുക. അത്രയും നമ്പർ ഓഫ് കണ്ടൻസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കണ്ടൻസ് അല്ല നിങ്ങളുടെ പ്രോബ്ലം. പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ അല്ലെ പ്രോപ്പറായിട്ടൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മെറ്റീരിയൽ ഈസ് ഇമ്മെറ്റീരിയൽ ഈ ഒരു സംഭവത്തിൽ നമ്മൾ SSCൻ്റെ പ്രിപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതിലും കുറവുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഞാൻ പറഞ്ഞത് അത് 110 അല്ലെങ്കിൽ 120 അതിൽ കുറവുള്ള ആളാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 15 ഡേയ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്കോറിൽ എത്തുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 150+ എത്തും. അതിൽ പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150+ എത്താൻ പറ്റും. വിത്തിൻ 3 months നിങ്ങൾ Tier 2 നിങ്ങൾക്ക് കടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത്ര ആൾക്കാരാണ് ഒരു 6 മാസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് SSC ക്രാക്ക് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, സോ ഒരുവിധം എല്ലാ റേഞ്ചിലുള്ള കാറ്റഗറിനെയും പറ്റി ഞാൻ പറഞ്ഞു തോന്നുന്നു. അപ്പം കൂടുതലും ഓർക്കേണ്ട കാര്യം GK ആണ് പലരും ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഞാനൊരു 2 ആഴ്ച GK പഠിച്ചോളാം, GK ആണ് ഞാൻ വീക്ക്, ഞാനൊരു 2 ആഴ്ച GK പഠിക്കാം എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച കംപ്ലീറ്റ് നിങ്ങൾ ഒരിക്കലും എന്ത് കവർ ചെയ്യരുത്, GK കവർ ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള എൻ്റെ കണ്ടൻറ് കൂടെ അവിടെ കുറയും. അപ്പോൾ അതിനൊരിക്കലും നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ചെയ്യുമ്പോൾ 3 എണ്ണം ഇംഗ്ലീഷ്, QA, GK ഈ 3 എണ്ണവും നിങ്ങൾ ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും കവർ ചെയ്യണം. GKയ്ക്കും വൊക്കാബിനും ഏറ്റവും കൂടുതൽ ആവശ്യം റിവിഷനാണ്. റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം പുതിയൊരധികം പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളൊരു 10 ദിവസം കഴിഞ്ഞിട്ട് ആ 10 ദിവസം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യുകയാണ്. ആ റിവൈസ് GKയ്ക്ക് നിങ്ങളൊരു ദിവസം 3 മണിക്കൂർ കൊടുക്കുന്നു. അപ്പം 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം നിങ്ങൾ GKയ്ക്ക് വേണ്ടി റിവൈസ് ചെയ്യുന്നു. ആ GKയ്ക്ക് വേണ്ടി റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ആ 3 മണിക്കൂർ നിങ്ങൾ ആ 10 ദിവസം പഠിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, പുതിയതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ 10 ദിവസം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല, പിന്നെ എന്തിനാ 11-ാമത്തെ ദിവസം പുതിയത് പഠിച്ചിട്ട് എന്താ? അപ്പം GKനെ സംബന്ധിച്ചിടത്തോളം വൊക്കാബിനെ സംബന്ധിച്ചിടത്തോളം പഠിച്ച കാര്യങ്ങൾ 90% ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം മറ്റ് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയില്ല, പുതിയത് ഇങ്ങനെ പഠിച്ചു പോയി, അപ്പോൾ അതും ഓർമ്മയില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. GKയ്ക്ക് പല ആൾക്കാരും എന്നോട് വന്ന് പറയാറുണ്ട് ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമുണ്ട്, ഓപ്ഷൻസ് പക്ഷേ കൺഫ്യൂസിങ് ആയി പോകുന്നു. അതിതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പരിചയമുള്ളത്, നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എന്തില്ല, അത് ഓർമ്മ വയ്ക്കുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പം ഓർത്തിരിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിവിഷൻ എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് പഠിച്ചത് എന്തായാലും നാളെയോ മറ്റന്നാളോ അത് റിവൈസ് ചെയ്യണം, എന്നാലത് കുറേ കാലം ഓർത്തിരിക്കും. പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് GK വേണ്ടി മാറ്റി വെക്കുന്ന ഒരു 3 മണിക്കൂർ ആ 10 ദിവസം പഠിച്ചത് റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് വെക്കണം. ഇങ്ങനെ ഓരോ 10 ദിവസവും മാറ്റി വെക്കണം. ഒരു 30 ദിവസം കഴിയുമ്പം നിങ്ങൾ ഒരു 2-3 ദിവസം GKയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്ന 3 മണിക്കൂർ ഒരു 2-3 ദിവസം ആ 30 ദിവസം പഠിച്ചത് റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. ഇങ്ങനെ 60 ദിവസം കഴിയുമ്പം ആദ്യം തൊട്ട് പോരണം. കാരണം ആദ്യം തൊട്ട് പോരുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് നല്ല ഫ്രസ്ട്രേറ്റഡ് ആവും. പുതിയതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ വേറെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. GKയും വൊക്കാബും ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഒരുവിധ ആൾക്കാർ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജികൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എല്ലാം അത്യാവശ്യം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാനോ ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാനോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം, അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.